നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ആഗസ്റ്റ് മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വയും ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള മാസമാണ്. എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാനായിട്ട് 9-ൽ നിന്ന് വ്യാഴം നിൽക്കുന്ന കാരണം സാധിക്കുന്നതാണ്. കർമാധിപതി ലഗ്നാധിപത്യം വഹിച്ച് ലഗ്നാൽ 12 നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനുള്ള യോഗമാണുള്ളത്. അതുപോലെ തന്നെ ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം വീട് വിട്ട് നിന്ന് ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. 12-ാം ഭാവാധിപതി യോഗം ചെയ്തിട്ട് 17-ാം തീയതിക്ക് ശേഷം 12-ാം ഭാവത്തിൽ വരുന്നത് കാരണമുണ്ട് നല്ല സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറഞ്ഞ ബുധനാണ് നിറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ ലഗ്നത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനും തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരിക, വിപരീത സ്വഭാവം. അതേപോലെ തന്നെ ബാധാസ്ഥാനത്ത് രാഹുവാണ്. രാഹു ബാധാസ്ഥാനത്ത് നിൽക്കുന്നതാണ് നടുവേദന പോലെയുള്ള വിഷമങ്ങൾ, രോഗാവസ്ഥ കാര്യങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങളിലുള്ള രോഗം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ പ്രതിസന്ധികൾക്ക് യോഗമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്യാനും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീട് വിട്ട് നിന്ന് പ്രവൃത്തി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം. 4-ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കുടുംബ സംബന്ധമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. 7-ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാലും 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണമുണ്ട്. 7-ൽ നിൽക്കുന്ന പാപഗ്രഹമായിരിക്കുന്ന രാഹു എന്തും കാര്യങ്ങൾ വിചാരിച്ചാലും ആദ്യം ഒരു തടസ്സവും മുടക്കവും ഉണ്ടാക്കുകയും അതിനുശേഷം മാത്രം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനനുകൂലമായിരിക്കുന്ന സാഹചര്യം വരാനുള്ള യോഗമുള്ള സമയമാണ്. വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനായിട്ട് യോഗമുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാൻ യോഗമുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയുന്നൊരു സമയമാണ്. സധനവന്തി എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രനാണ്. അപ്പോൾ ധനവാനാകാനുള്ള ഒരു യോഗമുണ്ട്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ധനവാനാകാനായിട്ടുള്ള യോഗമുണ്ടെങ്കിൽ പോലും ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണമുണ്ട്. അത് ചെറിയൊരു സന്യാസ യോഗം പോലെയുള്ള ഒരു വിഷയമാണ്. അത് വിവാഹാദി വിഷയങ്ങളിൽ കുറച്ച് കാലതാമസം വരുത്താനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു പ്രവർജ്ജായോഗം പോലെയുള്ളൊരു അവസ്ഥ കാര്യങ്ങളാണ്. അപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും അതിനോടൊപ്പം തന്നെ ശുക്രാരേഴിൽ ശനി വരികയും ചെയ്യുകയും 17-ാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി വരുമ്പോൾ സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളാണ്. അപ്പോൾ പരസ്പര ശത്രുക്കളായിരിക്കുന്ന സൂര്യനും ശനിയും പരസ്പരം ദൃഷ്ടിയിൽ നിൽക്കുകയും ശുക്രനെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അകന്ന് കഴിയാനിട വരിക. ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഒരു സന്യാസ യോഗം പോലെ പരസ്പര ആകർഷണം കുറയുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. അത് കാരണം ശനിദോഷ പരിഹാരം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.